പ്രൈസ് ദി ലോർഡ്. പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ ചിലർ എഴുന്നേറ്റിട്ടുണ്ടാവാം. എന്നാൽ ചിലർ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിൽ എഴുന്നേറ്റിട്ടുണ്ടാവാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഇന്നത്തെ പകൽ ഞാൻ എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് എഴുന്നേറ്റിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, എൻ്റെ ദൈവത്തെ നിന്റെ ഇടയനാക്കാൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തോട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നത്തെ പകല് എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. എന്നെ ശക്തീകരിക്കും. എൻ്റെ വലം കൈക്ക് അവൻ പിടിക്കും. എന്നെ എത്തിക്കേണ്ടവിടത്ത് അവൻ എത്തിക്കും. എനിക്ക് വേണ്ടി ഉള്ളത് തക്ക സമയങ്ങളിൽ ഒരുക്കി തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാകട്ടെ വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. സ്തോത്രം. ഒരു പച്ചപ്പിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ നീ വേദനിക്കേണ്ട. ആമേൻ. നിന്റെ ഇടയനിൽ നീ ആശ്രയം ശക്തിയോടെ വിശ്വാസത്തോടെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോ. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ജീവിതത്തിൻ്റെ മുട്ടുവരുന്ന അനുഭവങ്ങളെ അവൻ മാറ്റാൻ മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ആമേൻ വിശ്വാസം ദൈവത്തിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എവിടെയൊക്കെയോ ആമേൻ കാണാതെ, നമ്മൾക്ക് നമ്മുടെ കരങ്ങളിൽ കിട്ടാതെ വിശ്വസിക്കാൻ കഴിയാത്തവരാ നമ്മൾ ഓരോരുത്തരും. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവരോട് ആമേൻ, ദൈവത്തെ ഇന്നുവരെ മനസ്സിലാക്കാത്തവർ, രുചിച്ചറിയാത്തവർ, അവനെ ഒന്ന് മനസ്സിലാക്കാൻ, അവനിലേക്കൊന്ന് ആശ്രയം വെക്കാൻ, അവനിലേക്ക് പൂർണ്ണ പ്രത്യാശ വയ്ക്കാൻ, അവൻ ദൈവമാണെന്നുള്ള ബോധ്യത്തോടെ പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ശക്തിയോടെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ദൈവം എനിക്ക് നല്ല ഇടയനാ. അവനെന്നെ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക്, പച്ചപ്പായി കിടക്കുന്ന, വിളഞ്ഞു കിടക്കുന്ന ചില മേൽത്തരമായ അനുഭവങ്ങളിലേക്ക് എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോകും. സ്തോത്രം. എൻ്റെ വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെ കിടക്കുന്ന പ്രശ്നങ്ങളെ, അല്ലെ മരുഭൂമി പോലെ കിടക്കുന്ന എൻ്റെ ജീവിത സാഹചര്യത്തെ മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാ. നിശ്ചയമായും ഇന്നത്തെ പകൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ പച്ചപ്പിൻ്റെ അനുഭവം, ആ നല്ല ഇടയനായിരിക്കുന്ന ദൈവം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് ഇന്ന് പകൽ പ്രവേശിക്കുവാൻ നിങ്ങളുടെ ഹൃദയം കൊണ്ട് അവനെ ഒന്ന് ഉള്ളിലേക്ക് സ്വീകരിച്ചാട്ടെ. ഒരു അത്ഭുതത്തിനായി നിങ്ങളുടെ കണ്ണുകളെ കാണുവാൻ അവൻ മുൻപിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ബെഡ്റൂമില്, നിങ്ങളുടെ ഓഫീസ് റൂമില്, നിങ്ങളുടെ ജോലി മേഖലകളിലേക്ക് അവൻ വരുന്നു. അവനെ സ്വാഗതം ചെയ്യാം. ആമേൻ, ആമേൻ, ആമേൻ.